ഹലോ ഡിയേഴ്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ വിചാരിക്കണം. അപ്പം എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു അമ്മായിട്ടാണ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചത്. അപ്പം അമ്മായി ആണെങ്കിൽ അവിടെ വാടാനപ്പള്ളിയിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ എന്നെ കൊണ്ടുവന്നാക്കാൻ എൻ്റെ നായ്ക്കുട്ടി വന്നിട്ടോ ബസ് സ്റ്റോപ്പിൽ. അങ്ങനെ അവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും നമ്മൾ വടപ്പള്ളി അമ്പലത്തിലെത്തി. അവിടെ നമ്മൾ രണ്ടുപേരും ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി നമ്മളിതേ ഗുരുവായൂരെത്തി. നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വ്യാഴാഴ്ച ദിവസമല്ലേ, പിന്നെ ചിങ്ങമാസത്തിൽ വ്യാഴമാണ്. പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒക്കെ ഒരു ടൈമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ചിങ്ങമാസത്തിൽ ഗുരുവായൂരപ്പൻ്റെ ജന്മമാസമാണല്ലോ, അപ്പം നല്ല തിരക്കായിരുന്നു. അപ്പം ഈ അമ്മായിയൊക്കെ എല്ലാ മാസവും വ്യാഴാഴ്ച വരും കേട്ടോ. എന്നെക്കൊണ്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെ വരുള്ളൂ. നമുക്ക് അടുത്താണ് കേട്ടോ, 1/2 മണിക്കൂറൊക്കെ യാത്ര ഉള്ളൂ നമുക്ക്. പക്ഷെ നമുക്കങ്ങനെ പറ്റാറില്ല, മക്കളൊക്കെ കുഞ്ഞില്ലേ, അവരൊക്കെ ആക്കിയിട്ടൊക്കെ വേണം. അപ്പം നമ്മളത് അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലൊക്കെ കണ്ടില്ലേ, നല്ല നല്ല കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തു. പക്ഷെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടാന്ന് തോന്നുന്നു. നമ്മൾ സ്പീഡിൽ നടക്കാണല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ക്യൂവിൽ കയറണം, ഭഗവാനെ കാണണം, അങ്ങനെയൊക്കെയുള്ള തിരക്കില്ല. പിന്നെ പൊന്നി ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇന്നലെ ആയിരുന്നു ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്ക്, ഇങ്ങനെ ഒരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും നാളൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനായിട്ടൊക്കെ ഇടക്കിടക്ക് പോയായിരുന്നു. ആ സമയത്തൊന്നും ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പം ഭയങ്കര തിരക്കാണ്. അതിലപ്പോൾ വ്യാഴം ആയതുകൊണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഭയങ്കര ക്യൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മായിനെ ക്യൂവിൽ നിർത്തിയിട്ട് ഞാൻ ഫോണും നമ്മുടെ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോയി, ഫോണും ബാഗൊക്കെ. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ എങ്ങനെയെങ്കിലും കയറിക്കും. ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മളൊരു 9 മണിക്ക് അവിടെ എത്തിയിട്ട് 12:30 ആയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ കയറുക. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ക്യൂവിൽ നിന്ന്. അപ്പോൾ അവിടെ ഇങ്ങനെ ആ തീർത്ഥക്കുളമൊക്കെ കണ്ടപ്പോൾ ഞാൻ തീരെ എടുക്കാറില്ല, എനിക്ക് പേടിയാണ്. പക്ഷേ എല്ലാവരും എടുക്കുന്നുണ്ടപ്പോൾ പിന്നെ ഞാനും എടുത്തു കേട്ടോ. അപ്പോൾ അതേ നിറയെ മീനൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മായി പറയുന്നുണ്ടായിരുന്നു മീനൊക്കെ നോക്കിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും എടുത്ത്. കുറേ കുട്ടികൾ അവിടെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മക്കളൊന്നും ഇറക്കാറില്ല, എനിക്ക് പേടിയാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളായിട്ട് അവിടെ ഒന്നും ഇതാക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ ആവുന്നുള്ള പേടി. വേറെ ഇഷ്ടമാണ്, പക്ഷെ പേടിയുമാണ് നമുക്ക്. അങ്ങനെ ഒന്നും ആവരുന്നത്. അപ്പോൾ ഇതേ മീനൊക്കെ, പിന്നെ ഇതേ നടുക്ക് തന്നെ കണ്ടോ കണ്ണൻ ഓടക്കുഴലൊക്കെ ഊതി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഫുഡ് കഴിക്കണ ക്യൂവും ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ പോയ ഫുഡൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. ഉച്ചക്കലത്തെ ഫുഡ് രാവിലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ കഞ്ഞി കുടിക്കുന്ന ടൈം ഉണ്ടല്ലോ, ഒരു കുംഭമാസത്തിൽ, ആ സമയത്ത് നമ്മൾ പോകാറുണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. പോയിട്ട് കണ്ണനെ നല്ലപോലെ കാണാൻ പറ്റി. വെണ്ണക്കണ്ണനായിരുന്നു കേട്ടോ. അപ്പോൾ വെണ്ണക്കണ്ണനാകുമ്പോൾ നമ്മൾ എന്ത് വെച്ചാലും കണ്ണൻ തരുമെന്നാണ് പറയുക. അപ്പം നമ്മൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് കേട്ടോ. എനിക്കൊരു ജോലി ഒന്നുമില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിലൊക്കെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. കണ്ണനെ കണ്ടപ്പോൾ സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ മറ്റേ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, അവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഡാൻസൊക്കെ കണ്ടു. അതൊന്നും ശരിക്കും എടുക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കിനി എപ്പോഴും പോകാനെടുക്കുമ്പോഴും ഒരു വിഷമം പോലെ. അത് കഴിഞ്ഞ് നമ്മൾ ഗണപതി അമ്പലത്തിൽ കയറിയിട്ട് തേങ്ങ ഉടക്കും അത്ര. പക്ഷെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, അമ്മായി എപ്പോഴും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഞാനും അത് കാണാൻ വേണ്ടി പോയപ്പം എനിക്കും ഉടച്ചിട്ട തേങ്ങ, ഒരു തേങ്ങക്ക് 18 രൂപ. അപ്പം അങ്ങനെ അടച്ചു. പിന്നെ ഞാൻ പാൽപ്പായസവും വെണ്ണയും കദളിപ്പഴവും മറ്റേ കളഭവും വാങ്ങിക്കാൻ പോയി. പക്ഷേ നമുക്ക് പാൽപ്പായസം കിട്ടിയില്ല, നെയ്പായസമാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് എന്താണോ പാൽപ്പായസം കിട്ടാറില്ല. അപ്പോൾ അതേ ഡാൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചൊന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ തേങ്ങ വാങ്ങണം നമ്മൾ. തേങ്ങ ഞാനും അമ്മയും വാങ്ങി ഉടച്ചു. നമ്മുടെ ദോഷങ്ങളൊക്കെ തീരുന്നുള്ള വിശ്വാസം. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച ഒരു ജോലി എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണേ എന്നാണ് പ്രാർത്ഥന. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുമ്പോൾ ഒരു സമാധാനം കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ കുടച്ചു വന്നു. നമ്മളിതേ വീട്ടിൽ പോകാൻ പോവാണ്. പോരുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. അവിടെ നിന്ന് പോരുന്നത് ഇഷ്ടമല്ല. കാരണം നമ്മളെ വിഷമങ്ങളെല്ലാം അവിടെ ചെന്നാൽ നമ്മൾ മറക്കുമല്ലോ. കുഞ്ഞുകുട്ടികളും കുറേ ഉണ്ടല്ലോ കാണാൻ വേണ്ടി. കണ്ണനെ കണ്ടാൽ തന്നെ ഇന്നലെ ആണെങ്കിൽ നല്ല പോലെ കാണാൻ പറ്റിയിട്ട് കണ്ണനെ, തിന്നുന്ന ഉണ്ണിക്കണ്ണനായിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് കാണാൻ. അത് കണ്ടു. പക്ഷെ എനിക്ക് അതും ഇഷ്ടമാണ്. പിന്നെ ബാലഗോപാലൻ അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കാണാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ
അവിടെ ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ ഫോട്ടോ എടുക്കാറുണ്ട്. മറ്റേ മഞ്ച് അതിനെന്താ പറയുക, ആല് പോലെ ഉണ്ടല്ലോ, കൂവളത്തിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡും ഫോട്ടോ എടുക്കാം. ഹസ്ബൻഡായിട്ടുള്ള കുറേ മെമ്മറീസ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അതേ നമ്മൾ പോവുകയാണ്. അവിടെ നമുക്ക് ഒരു സെറ്റ് സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, ആ ബ്രദറിൻ്റെ കല്യാണമാണ്, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണം, ബ്രദറാണല്ലോ. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് നമുക്ക് സെറ്റ് സാരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അടിപൊളി വർക്ക് ഉള്ള സെറ്റ് സാരി നോക്കാൻ പോയി. പക്ഷേ റേറ്റൊക്കെ കുറവുണ്ട് കേട്ടോ, അവിടെ റേറ്റൊക്കെ കുറവുണ്ട്. നമ്മൾ പൈസ ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ് പോകുന്നു. കുറേ അയാൾ എടുത്തൊക്കെ ഇട്ട് തന്നിട്ട്. അപ്പോൾ ഇതേ ലോട്ടസിൻ്റെ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതെടുത്ത് കുറേ പേര് അതെടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സാരി കൊടുത്ത് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ സാരി എടുത്ത് പോകുമ്പോൾ വണ്ടിയിലൊക്കെ പോകണം, ബസ്സിലാകുമ്പോൾ നമുക്ക് പ്രശ്നമാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് കഴിഞ്ഞിട്ട്, അപ്പോൾ എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.